സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 64ാമത്തെ പേജിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നതാഷ ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേഡ് 5/12 ഓഫ് ഇറ്റ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ റിമെയിൻസ് ടു ബി കളേഡ്? നതാഷ ഒരു വട്ടം വരച്ച് അതിൻ്റെ 5/12 ഭാഗത്തിന് നിറം കൊടുത്തു. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്? ദ കളേഡ് പാർട്ട്, കളർ ചെയ്തിരിക്കുന്ന ഭാഗം 5/12. ഫ്രാക്ഷൻസ് ഓഫ് റിമൈനിങ് പാർട്ട്, നിറം കൊടുക്കാനുള്ള ഭാഗമാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ട് അതിനെ 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം ഫുള്ള് നമ്മൾ കളർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? 12/12. 12/12 എന്ന് പറഞ്ഞാൽ =1 ആണല്ലോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം 5 ഭാഗം കളർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ കളേഡ് പാർട്ട് എന്ന് പറയുന്നത് 5/12 ആണ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മുഴുവനായിട്ട് കളർ ചെയ്ത ഈ ഒരു ഭാഗത്തിൽ നിന്നും ഈ കളർ ചെയ്ത ഇപ്പുറത്തെ കളർ ചെയ്ത ഭാഗം മൈനസ് ചെയ്താൽ പോരെ. അതായത് 1 - 5/12 ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 1 എന്ന് പറയുന്നത് 12/12 ആണ് അല്ലേ. 12/12 നമുക്കിവിടെ എഴുതാം -5/12. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് അല്ലേ. അതായത് ഇതിൻ്റെ ഛേദങ്ങളെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ നമുക്ക് മൈനസ് ചെയ്യാം. അതായത് ഇതിൻ്റെ അംശങ്ങളെ നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 12 - 5 എന്ന് പറഞ്ഞാൽ 7 ആണ് വരുന്നത്. 7/12 ആണ് കളർ ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത്. ശരി, കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 liters ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3/4 liters. 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടിയിൽ 3/4 ലിറ്റർ വെള്ളമുണ്ട്. തൊട്ടി നിറയാൻ ഇനി എത്ര വെള്ളം ഒഴിക്കണം? അതായത് ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്. കപ്പാസിറ്റി ഓഫ് ബക്കറ്റ്, തൊട്ടിയിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. വാട്ടർ ഇൻ ദ ബക്കറ്റ്, തൊട്ടിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് 3/4 ലിറ്റർ ആണ്. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് എമൗണ്ട് ഓഫ് വാട്ടർ നീഡഡ് ടു ബി ഫിൽ. തൊട്ടി നിറയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ തൊട്ടിയുടെ കപ്പാസിറ്റി, അതായത് ആ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. ആ 10 ലിറ്ററിൽ നിന്നും ഇപ്പോൾ ആ ബക്കറ്റിൽ എത്രത്തോളം വെള്ളമുണ്ടോ ആ വെള്ളത്തിൻ്റെ അളവ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എഴുതാം 10 - 3/4 എന്ന് എഴുതാം. 3/4 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതായത് ഒരു മിശ്ര ഭിന്നമാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്താക്കി മാറ്റണം? ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതായത് സാധാരണ ഭിന്നത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യുക? 3 × 4 + 3. അപ്പോൾ എന്ത് വരും? 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 + 3 എന്ന് പറഞ്ഞാൽ 15 വരും അല്ലേ. അപ്പോൾ 15/4 ആണ് നമുക്ക് ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടണത്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 15/4. അപ്പോൾ നമുക്കിവിടെ 3/4 സ്ഥാനത്ത് നമുക്ക് 15/4 എന്ന് എഴുതാം. അത് നമുക്കിവിടെ എഴുതാം 10 - 15/4. ഇവിടെ 10/1 എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 10നെ 10/1 എന്ന് എഴുതാം. അപ്പോൾ 10/1 - 15/4. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. അതായത് ഛേദങ്ങളെ ഒരേപോലെ ആക്കണം. 1 എന്ന് പറയുന്നത് 4 ആവണമെന്നുണ്ടെങ്കിൽ 1നെ ഏത് സംഖ്യ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഛേദത്തിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അംശത്തിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 10/1 നമുക്ക് എന്ത് എഴുതാം? 10 × 4/1 × 4. അപ്പോൾ ഇവിടെ 10 × 4 എന്ന് പറഞ്ഞാൽ 40 വരും. 1 × 4 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ ഈ 10/1 സ്ഥാനത്ത് നമുക്ക് 40/4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. -15/4 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ. ഛേദങ്ങൾ ഒരേപോലെയായി, അംശങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 40 - 15 എന്ന് പറയുന്നത് 25 ആണ്. /4 അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ 4 × 6 ആണ് 24 വരുന്നത്. 24 ഇതിൻ്റെ അടിയിൽ എഴുതി -1 വന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ആ 6നെ നമ്മൾ ഇവിടെ എഴുതി. നമ്മുടെ റിമൈൻഡർ വന്നിരിക്കുന്നത് 1 ആണല്ലോ. ആ 1 മുകളിൽ എഴുതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് തൊട്ടി നിറയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്നുണ്ടെങ്കിൽ 6/1/4 ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സ്ട്രിങ് 1 3/4 of a meter long, a piece 1/2 meter long is cut off.
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? 1.25 മീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് 1/2 മീറ്റർ മുറിച്ചു മാറ്റിയാൽ മിച്ചമുള്ള ചരടിൻ്റെ നീളം എത്രയാണ്? ഇവിടെ ചരടിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 1/3/4 ആണ്. അതിൽ നിന്നും 1/2 മീറ്ററാണ് മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ചരടിൻ്റെ ആകെ നീളം 1/3/4 മീറ്റർ. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ടു ബി കട്ട്, മുറിച്ചു മാറ്റിയ ചരടിൻ്റെ നീളം 1/2 മീറ്റർ. ലെങ്ത് ഓഫ് ദ റിമൈനിങ് സ്ട്രിങ്, മിച്ചമുള്ള ചരടിൻ്റെ നീളം. അപ്പോൾ നമുക്ക് ആകെ ചരടിൻ്റെ നീളത്തിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ ചരടിൻ്റെ നീളം നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആകെയുള്ള ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് 1/3/4 ആണ്. അതിൽ നിന്ന് നമുക്ക് -1/2 ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 1/3/4 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്, അതായത് മിശ്രഭിന്നമാണ്. നമുക്കതിനെ സാധാരണ ഭിന്നത്തിലേക്ക് കൊണ്ടുവരണം, അതായത് സാധാരണ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അതിനെന്താ ചെയ്യാം? 1 × 4 + 3 ÷ 4 എന്ന് എഴുതാം. അതായത് 1 × 4 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 + 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7/4 നമുക്ക് എഴുതാം. 1/3/4 സ്ഥാനത്ത് നമുക്ക് 7/4 എഴുതാം, -1/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല, ഛേദങ്ങൾ ഒരേപോലെയല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഛേദത്തിന് ഒരേപോലെ ആക്കണം അല്ലേ? 7/4 -1/2 ഈ 2നെ നമുക്ക് 4 ആക്കി മാറ്റണം അല്ലേ? അപ്പോൾ നമുക്ക് 2ൻ്റെ ഗുണിതങ്ങൾ എടുക്കാം, അതായത് മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ 2 4 6 ആണ് വരുന്നത്, 4ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 4 8 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 2നെ 4 ആക്കണമെന്നുണ്ടെങ്കിൽ 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/2 ഈ 2നെ 4 ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെയും, അതായത് അംശത്തെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കണം. അപ്പോൾ 1 × 2 2, 2 × 2 4. അപ്പോൾ നമുക്ക് ഇവിടെ 7 - 4 -1/2 വരുന്നിടത്ത് 1/2 പകരം 2/4 എഴുതാം. 7/4 -2/4. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററുകളെ തമ്മിൽ മൈനസ് ചെയ്യാം. 7 - 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, 5/4 വരും. 5/4 നമുക്ക് ഹരിച്ചു നോക്കാം, അതായത് 4 × 1 ആണ് 4 വരുന്നത്. 5ൻ്റെ ഇടയിൽ 4 എഴുതി മൈനസ് ചെയ്യാൻ നമുക്ക് 1 വരും. നമ്മുടെ ആൻസർ 1 ആണ്. ആ 1 ഇവിടെ എഴുതി, റിമൈൻഡർ അതായത് ശിഷ്ടം എന്ന് പറയുന്നത് മുകളിൽ എഴുതി, /4 ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1/4 മീറ്ററാണ്. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 14 കിലോമീറ്റർ റോഡ് പുതുതായി നിർമ്മിച്ചു. ഈ വർഷം 16 കിലോമീറ്ററും. ഈ വർഷം എത്ര കിലോമീറ്റർ റോഡ് കൂടുതലായി നിർമ്മിച്ചു? ലെങ്ത് ഓഫ് ദ റോഡ് കൺസ്ട്രക്റ്റഡ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം പുതുതായി നിർമ്മിച്ച റോഡിൻ്റെ നീളം 14 കിലോമീറ്റർ. ലെങ്ത് ഓഫ് ദ റോഡ് കൺസ്ട്രക്റ്റഡ് ദിസ് ഇയർ, ഈ വർഷം പുതുതായി നിർമ്മിച്ച റോഡിൻ്റെ നീളം 16 കിലോമീറ്റർ. ലെങ്ത് ഓഫ് ദ റോഡ് കൺസ്ട്രക്റ്റഡ് മോർ ദിസ് ഇയർ, ഈ വർഷം കൂടുതലായി നിർമ്മിച്ച റോഡിൻ്റെ നീളം. ഈ വർഷം കൂടുതലായി നിർമ്മിച്ച റോഡിൻ്റെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 16 -1/4 -14 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 16 നമുക്ക് എന്താക്കി മാറ്റണം? സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റണം, അതായത് നോർമൽ ആയിട്ടുള്ള ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് 16 × 4 + 1 എന്ന് എഴുതാം അല്ലേ? 16 × 4 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് 6 × 4 24, റിമൈൻഡർ 2, ശിഷ്ടം 2, 4 + 2 6 വരും, 64 + 1 ആണ് വരുന്നത് അല്ലേ? അതായത് ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇത് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, ഇത് പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് 65/4 ആണ് വരുന്നത്. -14 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 56 ആണ്. 56 + 3 എന്ന് പറഞ്ഞാൽ 59 ആണ്. 59/4 വരും. ഇപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? ഛേദങ്ങൾ ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. 65 - 59 വരുമ്പോൾ നമുക്ക് 6 ആണ് വരുന്നത്. 65 - 59 ചെയ്യുമ്പോൾ നമുക്ക് 6 വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 6/4 ആണ്. ഈ 6/4 നമുക്ക് 2 × 3 6 എഴുതാം, 2 × 2 4 എഴുതാം. അപ്പോൾ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3/2 ആണ് വരുന്നത് അല്ലേ? 3/2 നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1/2 ആണ് വരുന്നത്. നമ്മുടെ ആൻസർ 1 ആണ്, അതിവിടെ എടുത്ത് എഴുതി. റിമൈൻഡർ ശിഷ്ടം 1 ആണ് വരുന്നത്, അതിവിടെ എഴുതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ 1/2 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആശാദേവ് 20 മീറ്റർ ചരട് വാങ്ങി. ഇതിൽ നിന്നും ആദ്യം 5 3/4 മീറ്ററും
പിന്നീട് 6 മീറ്ററും മുറിച്ചെടുത്തു. ഇനി എത്ര മീറ്റർ ചരട് ബാക്കിയുണ്ട്? ഇവിടെ ആകെ ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് 20 മീറ്ററാണ്. പിന്നെ 2 പ്രാവശ്യമായിട്ട് ആ ചരടിൽ നിന്നും 2 കഷ്ണങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രത്തോളം മുറിച്ചു മാറ്റിയെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ആ 2 കഷ്ണത്തിൻ്റെ നീളം തമ്മിൽ ആഡ് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ടോട്ടലിൽ നിന്നും മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ചരടിൻ്റെ ആകെ നീളം 20 മീറ്റർ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കട്ട് ഔട്ട്, മുറിച്ചെടുത്ത കഷ്ണങ്ങളുടെ ആകെ നീളം. ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് മുറിച്ചെടുത്തത് അല്ലേ? 5 3/4 പ്ലസ് 6 1/2. അപ്പോൾ നമുക്ക് ഈ 5 3/4 നമുക്ക് 5 പ്ലസ് 3/4 എന്ന് എഴുതാം. പ്ലസ് 6 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 6 പ്ലസ് 1/2 എന്ന് എഴുതാം. അതിനോട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എണ്ണൽ സംഖ്യകൾ, ഈ 2 സംഖ്യകളെ നമുക്ക് ഒരുമിച്ച് എഴുതാം. 5 പ്ലസ് 6 പ്ലസ് 3/4 ഇവിടെ എഴുതി പ്ലസ് 1/2. 5 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 11 പ്ലസ് 3/4 പ്ലസ് 1/2. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, 3/4 പ്ലസ് 1/2 ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമുക്കതിനെ സെയിം ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആ 2ൻ്റെ ഗുണിതങ്ങൾ വരുമ്പോൾ 2 4 6 വരുന്നത്. നമുക്ക് എന്താക്കി എഴുതേണ്ടത്? 4 ആക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ 3/4 അങ്ങനെ തന്നെ എഴുതി പ്ലസ് 1 × 2 ബൈ 2 × 2 അപ്പോഴാണല്ലോ 4 വരുന്നത്. അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 2 വരും. 2 × 2 4 വരും. അപ്പോൾ നമുക്കിവിടെ 3/4 പ്ലസ് 2/4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം, അതായത് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. 3 + 2 എന്ന് പറഞ്ഞാൽ 5 വരുന്നത്. 5/4 വരും. അപ്പോൾ നമുക്ക് 5/4 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ 4 കൊണ്ട്. അപ്പോൾ 4 × 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. നമ്മുടെ ആൻസർ വരുന്നത് 1 ആണ്. ആ 1 ഇവിടെ എടുത്ത് എഴുതി, റിമൈൻഡർ ശിഷ്ടം 1 എഴുതി, /4. അപ്പോൾ 5/4 നമുക്ക് 1 1/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു 11. 11 പ്ലസ് 5/4 അല്ലേ? 5/4 ഭാഗത്ത് നമുക്ക് എന്താ എഴുതേണ്ടത്? 1 1/4. അപ്പോൾ നമുക്കിവിടെ എഴുതാം 11 പ്ലസ് 1 പ്ലസ് 1/4 എന്ന് എഴുതാം. ഇത് നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. 1 1/4 നമുക്ക് 1 പ്ലസ് 1/4 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 11 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 12 വരുന്നത്. 12 പ്ലസ് 1/4 അതാണ് 12 1/4 മീറ്റർ. 6ാമത്തെ ക്വസ്റ്റ്യൻ, പാൽ വിതരണ സംഘത്തിൽ രാവിലെ 75 1/4 ലിറ്ററും വൈകുന്നേരം 55 1/4 ലിറ്ററും കിട്ടി. ഇതിൽ 85 3/4 ലിറ്റർ പാൽ വിറ്റു. ഇനി എത്ര ലിറ്റർ പാൽ മിച്ചമുണ്ട്? അപ്പോൾ 2 സമയങ്ങളിലായിട്ടാണ് ആ ഒരു സൊസൈറ്റിയിൽ പാൽ കിട്ടിയിരിക്കുന്നത്. ആ 2 സംഖ്യകളെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം വിറ്റുപോയ പാൽ നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് കളക്റ്റഡ് അറ്റ് ദ മിൽക്ക് സൊസൈറ്റി, പാൽ വിതരണ സംഘത്തിൽ കിട്ടിയ ആകെ പാൽ. ഇവിടെ ആദ്യത്തെ പ്രാവശ്യമായിട്ട് 75 1/4 ലിറ്ററും കിട്ടിയിട്ടുണ്ട്, പ്ലസ് 55 1/2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 75 1/4 നമുക്ക് 75 പ്ലസ് 1/4 എന്ന് എഴുതാം. ഈ പ്ലസ് അതേപോലെ തന്നെ ഇവിടെ എടുത്ത് എഴുതാം. ഇനി നമുക്ക് 55 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 55 പ്ലസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ 75നെയും 55നെയും ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 75 പ്ലസ് 55 പ്ലസ് ഈ 1/4 എഴുതി, പ്ലസ് ചെയ്യാം 1/2 എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. 75 പ്ലസ് 55 എന്ന് പറഞ്ഞാൽ 130 വരുന്നത്. ഇനി നമുക്ക് 1/4 പ്ലസ് 1/2 ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 1/2ൻ്റെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 2 × 2 ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. ആ 2 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2 വരും. 2 × 2 4 ആണ് വരുന്നത്. അപ്പോൾ ഈ 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2/4 എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ സെയിം ആയി, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 130 പ്ലസ് 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3/4. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 130 3/4 ലിറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആകെ പാലിൻ്റെ അളവ് കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്ത പാലിൻ്റെ അളവ്. അതായത് കുറച്ച് പാൽ ഒന്ന് വിറ്റുപോയിട്ടുണ്ട് അല്ലേ? അത് 85 3/4 ലിറ്ററാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? മിച്ചമുള്ള പാലിൻ്റെ അളവാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആകെയുള്ള പാലിൽ നിന്നും വിറ്റുപോയ പാൽ മൈനസ് ചെയ്താൽ മതി. ആകെയുള്ള പാൽ എന്ന് പറഞ്ഞാൽ 130 3/4 ആണ്, മൈനസ് 85 3/4 വിറ്റുപോയതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ടോട്ടലിൽ നിന്നും വിറ്റുപോയത് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 130 എങ്ങനെ എഴുതാം? 130 3/4 നമുക്ക് 130 പ്ലസ് 3/4 എഴുതാം. ഈ മൈനസ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇത് ഈ 85 3/4 നമുക്ക് 85 പ്ലസ് 3/4 എഴുതാം.
അപ്പോൾ നമ്മുടെ ഈ സംഖ്യകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാണ്. 130 അങ്ങനെ തന്നെ എഴുതി. ഈ മൈനസ് ഈ രണ്ട് സംഖ്യകൾക്കും ബാധകമാണ് കേട്ടോ. അപ്പോൾ -85 പ്ലസ് 3/4 എഴുതി -3/4. ഇവിടെ 3/4 - 3/4 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ നമുക്ക് 130 - 80 ചെയ്യുമ്പോൾ 85 ചെയ്യുമ്പോൾ 45 ലിറ്ററാണ് റിമൈനിങ് ആയിട്ടുള്ള പാലിൻ്റെ അളവ് കിട്ടുന്നത്.